PMAY പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളുടെ ചുമരിൽ പ്രധാനമന്ത്രി മോദിയുടെ പടം പതിപ്പിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ അനുഭവമാണ് കേരളത്തിൻ്റേത്. അതിൽ നിന്നുള്ള പിന്നോട്ട് നടത്തമാണ് മന്ത്രി KM ഷാജിയുടെ ലോഗോ പതിപ്പിക്കുന്നതിന് തടുക്കേണ്ട കാര്യമില്ല എന്ന പ്രസ്താവനയിൽ നിന്ന് വെളിവാകുന്നത്. അതിൽ എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബിഷപ്പിനേക്കാൾ വലുതാണ് ഐഡന്റിറ്റി എന്ന് രാഷ്ട്രീയം പറഞ്ഞ അതിൻ്റെ പേരിൽ വോട്ട് പിടിച്ച KM ഷാജി മനുഷ്യൻ എന്ന ഐഡന്റിറ്റിക്ക്, അവരുടെ ആത്മാഭിമാനത്തിന്, അന്തസ്സിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. BJP ഇതര സർക്കാരുകളെ സാമ്പത്തിക ഉപരോധത്താൽ ഞെരുക്കി കേരളത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച മോദി സർക്കാരിന് മുന്നിൽ മുട്ടിലിഴയുന്ന നിലപാട് കൂടിയാണിത്. വീട് മനുഷ്യരുടെ ഏറ്റവും സ്വകാര്യമായ ഇടമാണ്. അത് ഔദാര്യത്തിൻ്റെ അടയാളങ്ങൾ പേറി നിൽക്കേണ്ടവയല്ല. വീടില്ലാത്തവർക്ക് വീട് സാധ്യമാക്കുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, ചുമതലയാണ്. PMAY ഭരണഘടനയുടെ ആർട്ടിക്കിൾ 282 പ്രകാരമുള്ള ഒരു ധനവിന്യാസ വഴിയാണ്, മോദിയുടെ ഔദാര്യമല്ല. കുറഞ്ഞപക്ഷം KM ഷാജി അത്രയെങ്കിലും മനസ്സിലാക്കണം. ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കിട്ടേണ്ട പണം അത്രയും മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ അടിയറ വെക്കാതെ വാങ്ങിച്ചെടുക്കാൻ ആർജവമില്ലാത്തവരുടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം തെളിയിക്കുന്നുമുണ്ട് KM ഷാജിയുടെ ഈ പ്രസ്താവന. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള വഴിയാക്കി മാറ്റിയെടുക്കുമ്പോൾ അത്തരം അടയാളങ്ങൾ പതിക്കില്ലെന്ന് ശാഠ്യം പിടിക്കുന്നത് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ തെളിച്ചമാണ്. അതില്ലാത്തവർ മുട്ടിലിഴയും. BJP ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിൽ ലീഗ് അടക്കമുള്ളവരുടെ പള്ളയിലാണ് ഇപ്പോൾ ആ എഞ്ചിൻ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്.